നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിൽ എന്തുകൊണ്ട് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ 5 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ പോകുന്നത്. എൻ്റെ പേര് സത്യാശങ്കർ എന്നാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചെറിയ കമ്പാരിസണാണ് നടത്തുന്നത്. നമ്മൾ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന കടകളും ഉപയോഗിക്കാത്ത കടകളും തമ്മിലുള്ള വ്യത്യാസമാണ് പ്രധാനമായിട്ടും നിങ്ങളിതിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങൾ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേഷനാണ്. പരമ്പരാഗത രീതിയിൽ ബുക്കും പേനയും ഉപയോഗിച്ച് നമ്മൾ കണക്കുകൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുമ്പം കൃത്യമായിട്ടുള്ള ലാഭനഷ്ട കണക്കുകൾ നമ്മൾ അറിയാറേയില്ല. കാരണം നമ്മുടെ കടയിൽ നൂറുകണക്കിന് സാധനങ്ങളുണ്ടെങ്കിൽ ഓരോ സാധനത്തിൻ്റെയും പ്രോഫിറ്റ്, ലാഭം വേറെ വേറെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ നഷ്ടത്തിൽ വിൽക്കേണ്ടി വരും. പല ക്ലയൻസിനും നമ്മൾ ചിലപ്പം പല പ്രൈസിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ചിലതിൽ ലാഭമായിരിക്കും, ചിലതിൽ നഷ്ടമായിരിക്കും, ചിലതിൽ ലാഭം ഉണ്ടെങ്കിൽ തന്നെ ചിലതിൽ കൂടിയ ലാഭമായിരിക്കും, കുറഞ്ഞ ലാഭമായിരിക്കും. അങ്ങനെ പല തരത്തിലുള്ള കണക്ക് കൂട്ടലുകളാണ് ഒരു സ്ഥാപനത്തിൽ ഒരു കച്ചവടങ്ങൾ മറിച്ച് വിൽക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ടാലി ചെയ്ത് മൊത്തത്തിൽ എത്രയാണ് ഒരു മാസാവസാനം ലാഭം കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഒരു ബുക്കും പേനയും ഉപയോഗിച്ച് കണക്ക് നോക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം ഒരു കട നടത്തിക്കൊണ്ടു പോകുമ്പം അതിലെ കണക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എത്ര ലാഭം വന്നു, എത്ര നഷ്ടം വന്നു, എത്ര ചിലവായി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പിഴവുകളൊന്നും കൂടാതെ മാനേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ നിങ്ങളുടെ കടയിൽ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോയിലായിക്കൊള്ളട്ടെ നമ്മുടെ ചാനലിലൂടെ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വ്യാപാർ ആപ്പാണ്. ഞാൻ വ്യാപാർ ആപ്പിൻ്റെ ഒഫീഷ്യൽ പാർട്ണറാണ്. ഇപ്പോൾ കണക്കുകൾ കൃത്യമായിട്ട് നിങ്ങളുടെ കടയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ വ്യാപാർ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് 7 ദിവസത്തെ ഫ്രീ ട്രയൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ ചെയ്ത് അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് സംസാരിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കടയിൽ ഉള്ള സാധനങ്ങൾ, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എത്രയാണ്, എത്ര സാധനങ്ങളുണ്ട്, എത്ര സാധനങ്ങൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ കൂടിയേ തീരൂ. അപ്പോൾ ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഇൻവെൻട്രി മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒപ്പം തന്നെ വരാറുണ്ട്. നിങ്ങളൊരു സാധനം വിൽക്കുമ്പം നമ്മുടെ സ്റ്റോക്കിൽ നിന്നും ആ ഒരു സാധനത്തിൻ്റെ വാല്യൂ കുറഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയാറുണ്ട്. അതേപോലെ ആ സാധനത്തിൻ്റെ സ്റ്റോക്ക് ഒരു പരിധിയിൽ വരുമ്പോഴത്തേക്കും അത് റീസ്റ്റോക്ക് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വ്യാപാർ ആപ്പ് പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻവെൻട്രി കൃത്യമായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ വളരെ അത്യാവശ്യമാണ്. ചിലപ്പോൾ മിക്കപ്പോഴും ഒരു കസ്റ്റമർ വന്ന് സാധനം ചോദിക്കുമ്പോഴായിരിക്കും ആ സാധനം നമ്മുടെ കടയിൽ ഇല്ല, സ്റ്റോക്ക് തീർന്നു പോയി എന്നുള്ള കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കുമ്പോൾ തന്നെ ആ ഒരു കസ്റ്റമർ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടെന്നിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു ചെറിയൊരു കമ്പ്യൂട്ടറെങ്കിലും വാങ്ങിച്ചിട്ട് ഇതിലൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. ഇനി മൂന്നാമത്തെ കാരണം എന്നുള്ളത് കസ്റ്റമർ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. നമുക്കറിയാം, ആമസോൺ പോലെയുള്ള വലിയ വലിയ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിയുമ്പം തന്നെ നമ്മുടെ ബിഹേവിയർ തൊട്ട് പല കാര്യങ്ങളും അവർ പഠിച്ചെടുത്തിട്ട് നമുക്ക് വേണ്ടി വരുന്ന സാധനങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് അവർ നമുക്ക് അയക്കും. അപ്പം കസ്റ്റമറിനെ ട്രാക്ക് ചെയ്യുക. അപ്പോൾ കസ്റ്റമറിൻ്റെ ബിഹേവിയറിനെ ട്രാക്ക് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വീണ്ടും വീണ്ടും മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കച്ചവടം കൂട്ടാൻ സാധിക്കും. ഇനി അങ്ങനെ ഒന്നും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ആൾക്കാർ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു, ഇപ്പോൾ പാസ്റ്റ് കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിനെ ട്രാക്ക് ചെയ്യാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ കൂടിയേ തീരും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചില്ലെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ കാരണം. ഇനി നാലാമത്തെ കാരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു കംപ്ലയൻസ് ഓട്ടോമേഷനാണ്. കോംപ്ലയൻസ് എന്ന് പറയുമ്പം നിങ്ങൾ ബിസിനസ് നടത്തുന്ന ഏത് രാജ്യമാണെങ്കിലും ആ രാജ്യത്തെ നിയമങ്ങൾ നമ്മൾ അനുസരിച്ചേ പറ്റൂ. അനുസരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ പക്ഷം ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ പോലും GST ഉണ്ട്, പിന്നെ TDS പോലെയുള്ള ടാക്സ് കൊടുക്കേണ്ടതുണ്ട്, പിന്നെ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു GST ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ അതാണ് നാലാമത്തെ കാരണം. ഇനി അഞ്ചാമത്തെ കാരണം എന്നുള്ളത് പ്രൊഫഷണൽ ലുക്കിംഗ് ആൻഡ് എഫിഷ്യൻസി എന്നുള്ളതാണ്. ഒരു കടയിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പേനയിലും പേപ്പറിലും കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേയധികം എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്.
എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുമ്പം അതിൽ എറേഴ്സിൻ്റെ അളവ് കുറയുമെന്നുള്ളതല്ല, എറേഴ്സ് പാടെ ഒഴിവാക്കപ്പെടും, എറേഴ്സ് മൊത്തത്തിൽ ഒഴിവാക്കപ്പെടും. കൂടെ തന്നെ നമ്മളൊരു കമ്പ്യൂട്ടറിൽ ബില്ലടിച്ചു കൊടുക്കുമ്പം അതിൻ്റെ ഒരു പ്രൊഫിഷ്യൻസി തന്നെ വേറെയാണ്. പ്രൊഫഷണലിസത്തോടെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഒക്കെ ചെയ്തു കൊടുക്കുമ്പോൾ. അതേപോലെ വാട്സാപ്പിലും മെസ്സേജായിട്ടുമൊക്കെ അവർക്ക് കസ്റ്റമറിന് ബില്ല് അയച്ചു കൊടുക്കുമ്പം സംഭവിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രൊഫഷണലിസത്തോടു കൂടി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ കൂടിയേ തരൂ. അപ്പോൾ ഈ ഒരു 5 കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച GST ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വ്യാപാർ ആപ്പ് എന്നുള്ളത്. ഇപ്പോൾ വ്യാപാർ ആപ്പിൻ്റെ ഒരു പാർട്ട്ണറാണ് ഞാൻ. അപ്പോൾ ഞാൻ വഴി നിങ്ങൾ വ്യാപാർ ആപ്പ് പർച്ചേസ് ചെയ്യുമ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓഫർ ലഭിക്കും. അതേപോലെ എക്സ്ട്രാ വാലിഡിറ്റിയും ലഭിക്കും. ലൈസൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ 1 വർഷത്തെ ലൈസൻസിൻ്റെ പുറത്ത് 1 മാസവും 3 വർഷത്തിൻ്റെ ലൈസൻസിൻ്റെ പുറത്ത് 3 മാസവും എക്സ്ട്രാ വാലിഡിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ലഭിക്കാൻ വേണ്ടി സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും വ്യാപാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസ് പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിലും ലൈസൻസിൻ്റെ ഡിസ്കൗണ്ട് തരുന്ന കാര്യത്തിലുമെല്ലാം എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാൻ ഉണ്ടായിരുന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.